നീറ്റ് പുനഃപരീക്ഷയുടെ 6 സെന്ററുകളിൽ മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും തീരുമാനമായി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ ഗ്രേസ് മാർക്ക് ലഭിച്ചവരുടെ പുനഃപരീക്ഷ, അതിലെന്തൊക്കെ ക്രമീകരണങ്ങളാണ് പുതിയ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ NAT ഏർപ്പെടുത്തിയിരിക്കുന്നത്? വേണു, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നതായുള്ള ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുനഃപരീക്ഷ, അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 1563 വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ പുനഃപരീക്ഷ നടക്കുക. ഈ പുനഃപരീക്ഷയിലാണ് ചില മാറ്റങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതായത് ഈ നേരത്തെ ഗ്രേസ് മാർക്കുകൾ നൽകിയ 6 സെന്ററുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 സെന്ററുകളിൽ ഒരു മാറ്റം അത് NTA കൊണ്ടുവന്നിരിക്കുന്നു. പകരം പുതിയ സെന്ററുകളായിരിക്കും പുനഃപരീക്ഷയ്ക്കായി ഏർപ്പെടുത്തുക. അത് കർശനമായിട്ടുള്ള ക്രമീകരണങ്ങൾ, അതായത് സുരക്ഷാപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടും വിദ്യാഭ്യാസ മേഖലയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഓരോ സെന്ററുകളിലും ഉറപ്പാക്കിയും കൊണ്ടുമായിരിക്കും ഈ പുനഃപരീക്ഷ നടത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ജൂൺ 23-നാണ് ആ പുനഃപരീക്ഷ നടക്കാനിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഈ പരീക്ഷയുടെ ഫലവും പുറത്തു വരും. കാരണം കൗൺസിലിംഗ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ എത്രയും വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കണമെന്നുള്ളത് സുപ്രീം കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേഗത്തിൽ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ മാസം അവസാനം ഫലം പ്രഖ്യാപിക്കാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് NTA മാറ്റങ്ങൾ ഈ പരീക്ഷയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.